എം.വി. രാഘവന്റെ പേര് പരാമർശിക്കാതെ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണ ചടങ്ങിൽ പിണറായി വിജയൻ. വെടിവെപ്പിനെക്കുറിച്ച് പോലീസുകാർക്ക് അറിവുണ്ടായിരുന്നു. ഗൂഢാലോചനയിൽ എം.വി.ആറിന് പങ്കുണ്ടെന്ന മുൻ നിലപാട് പ്രസംഗത്തിൽ പിണറായി വിജയൻ പരാമർശിച്ചില്ല. 1994 ഒക്ടോബർ 25-ന് കൂത്തുപറമ്പിൽ വെടിയേറ്റ് മരിച്ച 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സ്മരണയിൽ രക്തസാക്ഷിത്വ ദിനം ആചരിച്ച CPIM ഇക്കുറി എം.വി.ആറിനെ കുറ്റപ്പെടുത്തിയില്ല. നീണ്ട 20 വർഷക്കാലം എം.വി. രാഘവനെ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ സൂത്രധാരനായി പ്രഖ്യാപിച്ചിരുന്ന CPIMന്റെ നിലപാട് മാറ്റം വ്യക്തമാക്കുന്നതായി പിണറായി വിജയന്റെ പ്രസംഗം. പോലീസിന് വെടിവെപ്പിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നെന്നും ഉന്നതതലത്തിൽ ഗൂഢാലോചന നടന്നിരുന്നുവെന്നും മാത്രമാണ് പിണറായി പറഞ്ഞത്. അന്നത്തെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവരിൽ പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് നേരത്തെ തന്നെ ചില വേണ്ടപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് കൂത്തുപറമ്പിൽ വന്നോളൂ, ചൂടുള്ള വാർത്തയുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ എം.വി.ആറിന്റെ സ്വത്തിലാണ് CPIMന്റെ കണ്ണെന്നും ചരിത്രം വിസ്മരിക്കുന്ന CPIM നേതാക്കൾ രക്തസാക്ഷികളോട് മാപ്പ് പറയണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. സ്വത്തിലാണ് കണ്ണ്. എം.വി.ആറിലോ എം.വി.ആറിന്റെ രാഷ്ട്രീയ ലെഗസിയിലോ അല്ല. എം.വി.ആറിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കുന്നത് സ്വത്ത് സ്വന്തമാക്കാനാണ് എല്ലാ ആളുകൾക്കും അറിയാം. ഈ സാഹചര്യത്തിൽ CPIMന്റെ നയത്തിനെതിരെ ജില്ലയിൽ വ്യാപകമായ പ്രക്ഷോഭം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. CPIMന്റെ നിലപാടുമാറ്റം പ്രചാരണ വിഷയമാക്കി വാഹനജാഥകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്താൻ കണ്ണൂർ DCC തീരുമാനിച്ചു കഴിഞ്ഞു. യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ. കണ്ണൂർ DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്ന്. ശ്രീ കെ സുരേന്ദ്രൻ, CPIMന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഏടുകളിൽ ഒന്നാണ് കൂത്തുപറമ്പ് വെടിവെപ്പും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ കലുഷിതാവസ്ഥയും. അവർ അതിൻ്റെ 20ാം വാർഷികം ആചരിക്കുകയാണ് ഇന്ന്. ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുത കാട്ടേണ്ട കാര്യം എന്താണ്? എം.വി. രാഘവൻ മരിച്ചിട്ട് 3 ആഴ്ച തികയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ സാമാന്യ മര്യാദയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുള്ള വിമർശനം ഉണ്ടായിട്ടില്ല എന്ന് നമുക്കൊരു സാമാന്യ മര്യാദയുടെ രീതിയിൽ കണ്ടാൽ പോരെ? ഒരിക്കലും അത് മതിയാവില്ലല്ലോ. ശ്രീ എം.വി. രാഘവന്റെ പ്രശ്നത്തെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ, കോൺഗ്രസ് പ്രസ്ഥാനം അനുഭവിച്ച പ്രയാസങ്ങൾ എന്തുമാത്രമായിരുന്നു, അതൊക്കെ ഓർമ്മ വേണം. അതൊന്നും മറന്നു പോകേണ്ട സാഹചര്യമല്ല. 1994 നവംബർ മാസം 25-ാം തീയതി കൂത്തുപറമ്പിലെ അർബൻ ബാങ്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പിലേക്ക് പോയ എം.വി. രാഘവനെയാണ് ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് CPM പ്രവർത്തകന്മാർ ക്രിമിനൽ സംവിധാനത്തിലോടുകൂടെ പോയി രാഘവനെ വധിക്കാൻ ശ്രമിച്ച ഒരു സംഭവമായിരുന്നു അത്. യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ. ആ സംഭവത്തെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിനേറ്റ നഷ്ടം എന്താണ്? കോൺഗ്രസ് എന്ത് ചെയ്തു? എത്ര പാർട്ടി ഓഫീസുകൾ, എത്ര പ്രവർത്തകന്മാർ, എത്ര കോൺഗ്രസിന്റെ സ്തൂപങ്ങൾ, എന്തെല്ലാം തച്ച് തകർക്കപ്പെട്ടു ആ ഒരു കാലഘട്ടത്തിൽ. കോൺഗ്രസിനേറ്റ നഷ്ടം എത്രയാണ്? 5 രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ് കണ്ണൂർ ഉൾപ്പെടെ കേരളത്തിൽ വ്യാപകമായി സ്തൂപങ്ങളും പരിപാടികളും രക്തസാക്ഷികളെ കുറിച്ചുള്ള തോരാത്ത വാക്കുകളും പറഞ്ഞിരുന്നു CPM. 5 രക്തസാക്ഷികളെ കൊന്നവനാണ് രാഘവൻ എന്നാ പറഞ്ഞത്. ഇക്കാലം അത്രയും. ഇന്ന് കൂത്തുപറമ്പ് മാറോളി ഘട്ടിൽ നടന്നിരിക്കുന്ന പരിപാടിയിൽ എം.വി. രാഘവനെ കുറിച്ച് ഒരക്ഷരമുരിയാടിയില്ല. അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢാലോചനയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊരു മാറ്റമാണ് സത്യം പറഞ്ഞാൽ വന്നിരിക്കുന്നത്. ഇതൊരു നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയിലെ 5 ചെറുപ്പക്കാർ പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ ആ പ്രവർത്തകന്മാരുടെ പേര് പറഞ്ഞ് കണ്ണൂർ ഉൾപ്പെടെ കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തിന് അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയ മാർക്സിസ്റ്റ് പാർട്ടി 20ാമത്തെ വർഷം രക്തസാക്ഷികളുടെ ദിനം ആചരിക്കുമ്പോൾ എം.വി. രാഘവനെ പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല. ശ്രീ കെ സുരേന്ദ്രൻ, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ പതിവല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ. എത്ര വലിയ ഏറ്റുമുട്ടലുകൾ കോൺഗ്രസും CPIMും തമ്മിലുണ്ടായിട്ടുണ്ട്. എന്നിട്ട് CPIMന്റെ പിന്തുണയോടുകൂടി കേന്ദ്ര സർക്കാർ ഭരിച്ചില്ലേ? കോൺഗ്രസിലെ ഒരു വിഭാഗവും CPIMും ചേർന്ന് കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കിയിട്ടില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി നിങ്ങൾ സഹകരിച്ചിട്ടില്ലേ? ഇതൊക്കെ രാഷ്ട്രീയത്തിലെ ഒരു പതിവ് രീതി എന്നതിനപ്പുറത്തുള്ള പ്രാധാന്യം എന്തുണ്ട് ഈ കാര്യത്തിൽ? ഇത് ഭരണത്തിന്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട വിഷയമല്ല.
ഞങ്ങൾ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ആദ്യം ചെയ്യേണ്ടത് രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പിലെ മാറോളി ഘട്ടിൽ ഉയർത്തിയിരിക്കുന്ന 5 രക്തസാക്ഷികളുടെ സ്തൂപമുണ്ടല്ലോ, ഹർകിഷൻ സിംഗ് ഉർജിത്ത് ഉദ്ഘാടനം ചെയ്ത സ്തൂപം, ആ സ്തൂപത്തിന്റെ മുമ്പിൽ പോയി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ സഖാക്കളെ മാപ്പ് മാപ്പ് എന്ന് ഏറ്റുപറയണം. കൊലയാളി രാഘവൻ എന്ന് വിളിച്ചു പറഞ്ഞവരാ. ആ രാഘവന്റെ പുറത്ത് ചെരുപ്പ് കൊണ്ട് അടിച്ചവരാണ്. ആ രാഘവനെ പേപ്പട്ടിയെ പോലെ കണ്ണൂരിന്റെ വഴിയിലൂടെ നടത്തിയവരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ, സഹപ്രവർത്തകന്മാർ. അത് ഓർക്കണം. ഞാൻ ചോദിക്കട്ടെ, രാഘവനെ പുകഴ്ത്തി സംസാരിച്ചവർ, കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPM നേതാവ് കണ്ണൂർ പയ്യാമ്പലത്ത് വെച്ച് രാഘവന്റെ ശരീരം ഒരു പിടി ചാരമായി മാറുന്ന സമയത്താണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്, MV രാഘവനെ പുകഴ്ത്തി, വാനോളം പുകഴ്ത്തി. അദ്ദേഹം CPMവുമായി ബന്ധപ്പെടാൻ അദ്ദേഹത്തിന്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നു എന്ന് വരെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതെന്തൊരു പാർട്ടിയാണ്? റൈറ്റ്, അതാണ് താങ്കൾ ചോദിക്കുന്നത്. ദയവായി തുടരുക. ഇപ്പോൾ AN ഷംസീർ, DYFI നേതാവ്, ടെലിഫോൺ ലൈനിൽ. ശ്രീ AN ഷംസീർ, MV രാഘവന്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ കൂത്തുപറമ്പ് ദിനാചരണം എന്ന നിലയിൽ MVRനെ കുറിച്ച് പരാമർശങ്ങൾ ഇത്തവണത്തെ പ്രസംഗങ്ങളിൽ ഉണ്ടായില്ല എന്ന സാമാന്യ മര്യാദ മാത്രമാണോ ഇതിലുള്ളത്? അതിനപ്പുറമുള്ള രാഷ്ട്രീയം ഇക്കാര്യത്തിലുണ്ടോ? ഇവിടെ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം കഴിഞ്ഞ 20 വർഷമായി നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദിനാചരണ ചടങ്ങിൽ നല്ല രീതിയിൽ ബഹുജനങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഈ ദിനാചരണ ചടങ്ങിനകത്ത് നല്ല രീതിയിൽ ബഹുജന പങ്കാളിത്തമുണ്ട്. ഈ ദിനാചരണ ചടങ്ങിനകത്ത് ഈ കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടായത് എങ്ങനെ, കൂത്തുപറമ്പിൽ വെടിവെപ്പിന് ആസ്പദമായ സംഭവങ്ങൾ എന്ത് എന്നുള്ളത് പ്രാസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും എല്ലാ വർഷവും പരാമർശിക്കുന്നത് പോലെ ഇത്തവണയും പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പ്രസംഗങ്ങളും എല്ലാ വർഷവും നടക്കുന്നത് വെറും ഒരു ഇഷ്യൂ മാത്രം പറയുന്നതല്ലോ, കറണ്ട് പൊളിറ്റിക്സും പറയല്ലോ. അതിനകത്ത് കറണ്ട് പൊളിറ്റിക്സ്, പൊതു രാഷ്ട്രീയം, ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുടെ പ്രവേശനം, BJP ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതൊക്കെ പ്രസംഗത്തിലെ പതിവാണ്. ശ്രീ AN ഷംസീർ, ഞാൻ ചോദിക്കുന്നത്, കൂത്തുപറമ്പ് സംഭവത്തിൽ MV രാഘവനെ രാഷ്ട്രീയമായി CPIM കുറ്റവിമുക്തനാക്കി കഴിഞ്ഞോ? CPIM ഒരിക്കലും MV രാഘവനെ കുറ്റമുക്തനാക്കിയിട്ടില്ല. ആ കൊലപാതകം, 5 പേരുടെ കൊലപാതകത്തിന് ഉത്തരവാദി MV രാഘവനും അന്നത്തെ UDF സർക്കാരുമാണ്. ഒരു തരത്തിലും DYFIക്ക് ശ്രീ MV രാഘവനെ ആ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ എക്സോണറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് എത്ര വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ശേഷമുള്ള തലമുറയിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ആചരിക്കുമ്പോൾ, കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിന് കാരണക്കാരായ ആളുകളെ കുറിച്ച് പറയും. പുന്നപ്പുറ വയലാറിനെ കുറിച്ച് പറയുമ്പം SRCP ഭരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ 91 മുതൽ 96 വരെ ഭരിച്ച UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് രക്തസാക്ഷിത്വം. അതിന് നേതൃത്വം കൊടുത്തത് ശ്രീ MV രാഘവനും കരുണാകരനുമാണ് എന്ന് ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇനിയും ഞങ്ങളുടെ തലമുറയും പറയും എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ടതില്ല. ഒരു തരത്തിലും ആ സംഭവത്തിൽ MV രാഘവനെ കുറ്റമുക്തനാക്കാൻ DYFI എന്ന യുവജന പ്രസ്ഥാനത്തിന് സാധിക്കില്ല എന്ന് പറഞ്ഞു വെക്കാം. റൈറ്റ്, ദയവായി തുടരണം. ശ്രീ KC ഉമേഷ് ബാബു കൂടി ടെലിഫോണിൽ. ശ്രീ KC ഉമേഷ് ബാബു, രാഷ്ട്രീയ സാഹചര്യം മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ, വ്യക്തികളോടുള്ള സമീപനങ്ങൾ ഇതൊക്കെ മാറാറുണ്ട്. ഇക്കാര്യത്തിലൊന്നും പുതുമയില്ല. MV രാഘവനോടുള്ള സമീപനം CPIMന്റെ ഭാഗത്ത് നിന്ന് ഏറെ മാറിയിരുന്നു. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനത്തിന്റെ 20ാം വാർഷികം ആചരിക്കുമ്പോൾ MV രാഘവനോടുള്ള CPIMന്റെ നിലപാട് മാറി എന്നുള്ളതിനെ ഒരു തെറ്റായി അല്ലെങ്കിൽ ഒരു അപരാധമായി കാണേണ്ടതുണ്ടോ? അല്ല, അതില് അപരാധത്തിന്റെ പ്രശ്നമല്ല വാസ്തവത്തിലുള്ളത്. ഒരു കഴിഞ്ഞ 20 വർഷമായി അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലമായി CMB ഒരുപക്ഷെ 85-86 കാലത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള CPIMനകത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 20-25 വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട്, CPIM പുലർത്തി പോരുന്ന രാഷ്ട്രീയ നിലപാട് മാറുമ്പോൾ മാറ്റത്തിന്റെ പിറകിലെ യുക്തി എന്താണ് എന്നതാണ് ചോദ്യം. വളരെ സയുക്തികമായി MV രാഘവന്റെ പാർട്ടിയുടെ മാറ്റം, അല്ലെങ്കിൽ MV രാഘവൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിപരമായ നിലപാടുകളുടെ മാറ്റം, അതോട് കണ്ണു ചേർന്നാണോ CPIM ഈ മാറ്റത്തിന് പുറപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ അറിവില്, കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള മനുഷ്യരുടെ അറിവിൽ MV രാഘവൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവോ അദ്ദേഹം കൊണ്ടു നടന്നിരുന്ന CMB എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോ അങ്ങനെ തങ്ങളുടെ കൂത്തുപറമ്പ് വെടിവെപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തങ്ങളുടെ നിലപാട് മാറ്റിയതായി കേരളത്തിൽ ആർക്കും അറിയില്ല.
അപ്പൊ അതുകൊണ്ടാണ് CPM ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ ഈ മാറ്റം, MV രാഘവനുള്ള സമീപനത്തിലെ മാറ്റത്തിനകത്ത് ഒരു യുക്തിയും ദർശിക്കാൻ കേരളത്തിലെ സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനും സാധിക്കാത്തത്. അതാണ് താങ്കൾ ഉന്നയിക്കുന്ന വിമർശനം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ കെ സുരേന്ദ്രൻ, രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തികളോടുള്ള, അവരോട് ഉള്ള എതിരാളികളോടുള്ള സമീപനം, ഇതൊക്കെ ഓരോ കാലത്തിലും ഓരോന്നായിരിക്കും. അത് ആ കാലത്തിൻ്റെ സവിശേഷതകൾ അനുസരിച്ചായിരിക്കും. ചീമേനിയിൽ 5 CPIM പ്രവർത്തകരെ ചുട്ടുകൊന്ന കോൺഗ്രസ്സുകാരോട് എന്തായാലും പൊറുക്കാൻ CPIMന് സാധിക്കില്ലല്ലോ, നമ്മൾ ഈ യുക്തി വെച്ചാണെങ്കിൽ. പക്ഷേ അതേ CPIM 4 വർഷം നിങ്ങൾക്ക് പിന്തുണ തന്ന് കേന്ദ്ര സർക്കാരിനെ നിലനിർത്തിയിട്ടുണ്ട് എന്ന ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ കോൺഗ്രസുമായി ഒരുപക്ഷെ ഇപ്പോഴും CPIM BJP വിരുദ്ധ ഒരു ചേരിക്ക് വേണ്ടി ഐക്യമുന്നണിയായി ഒരുമിച്ച് നിന്നേക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ ദേശീയ തലത്തിൽ ഉണ്ടാകാം. അത്തരത്തിലൊക്കെ വ്യക്തികളോടും പാർട്ടികളോടും ഒക്കെയുള്ള സമീപനങ്ങളിൽ മൃദുത്വവും കടുപ്പവും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വരുന്ന കാലഘട്ടത്തിൽ സ്വീകരിക്കും. അതിനെ വളരെ റൊമാൻറ്റിക്കായി കാണേണ്ട കാര്യമുണ്ടോ? ഇതിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അവസരവാദ സമീപനത്തെക്കുറിച്ചാണ് വിഷയം. അതല്ലാതെ നാളെ CPM ഇങ്ങനെ വരും, മറ്റന്നാൾ ഇങ്ങനെ മാറും, പിന്നെ അങ്ങോട്ട് പോകും, അതൊന്നും ഇന്നൊരു വിഷയമല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? CPM എന്ന് പറയുന്ന പാർട്ടി MV രാഘവനെ കണ്ടിരുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ എങ്ങനെയാണെന്ന് മാറിയിരിക്കുന്നത്? ഞാൻ പറയട്ടെ, രാഘവൻ മരിക്കുന്നതിന് മുമ്പ് CPM അവരുടെ സ്വത്തുക്കൾ പിടിക്കാൻ പോയ പാർട്ടിയാണ്. ഓർമ്മ വേണം, ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ടൈമിന് CPM പോയത് CMB എന്ന് പറയുന്ന രാഘവൻ പടുത്തുയർത്തിയ കണ്ണൂരിലെ അവരുടെ സ്വന്തമായ കെട്ടിടം, അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി പോയൊരു പാർട്ടിയാണ് CPM. CPMന്റെ നേതാക്കന്മാരാണത് കയ്യേറിയത്. ഞാനന്ന് ആ ഓഫീസിൽ പോയി കാര്യങ്ങൾ നേരിട്ട് കണ്ടവനാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനവിടെ പോയിരുന്നതാണ്. നാണും മാനും ഉളുപ്പുമില്ലാതെയല്ലേ MV രാഘവൻ എന്ന് പറയുന്ന ഞങ്ങളുടെ വർഗശത്രു, ഞങ്ങളെ 5 സഖാക്കളെ കൊന്നൊടുക്കിയവൻ, കൊലയാളി എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞ രാഘവന്റെ വസ്തുക്കൾ കൈയടക്കുന്നതിന് വേണ്ടി നാണവും മാനും ഉളുപ്പുമില്ലാതെ കണ്ണൂരിൽ പോയി CMBയുടെ ഓഫീസ് കൈയടക്കിയവരാ CPM നേതാക്കന്മാർ. ഇതൊന്നും മറന്നു പോകാൻ പാടില്ല. MV രാഘവനോടുള്ള സമീപനത്തിൽ MV രാഘവന്റെ വസ്തുക്കളോടാ ആർത്തി. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ AN ഷംസീർ, കൊലയാളി രാഘവനെ ആക്ഷേപിച്ചിരുന്നവർ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരേട് എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ സ്വത്തിൽ കണ്ണുവെച്ചാണ് എന്നുള്ളതാണ് കോൺഗ്രസ് അതിന് കണ്ടെത്തുന്ന ന്യായം, അല്ലെങ്കിൽ അതിന്റെ കാരണം. കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ മെച്ചൂരിറ്റി കാണിക്കണം. ഒരു KSU പ്രസിഡന്റിനെ പോലെ ചാനലിനകത്ത് വന്നിരുന്ന് ചർച്ച ചെയ്യരുത്. ഉപയോഗിക്കുന്ന വാക്കുകൾ കുറച്ചുകൂടി പാർലമെന്ററി പദങ്ങളായിരിക്കണം, കുറച്ചുകൂടി സിവിലൈസ്ഡ് ആയി സംസാരിക്കണം. ഇവിടെ MV രാഘവന്റെ ഏത് സ്വത്ത് പിടിക്കാനാണ് ഞങ്ങൾ പോയത്? MV രാഘവനുള്ള നിലപാടിലൊന്നും മാറ്റമില്ല. കൂത്തുപറമ്പിൽ 5 ഞങ്ങളുടെ ചെറുപ്പക്കാരെ, 5 ഞങ്ങളുടെ സഖാക്കളെ കൊന്നു എന്നുള്ള സംഭവം ഞങ്ങൾക്ക് പൊറുക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഞങ്ങളുടെ ഉള്ളിൽ അത് എല്ലാ കാലത്തും ഞങ്ങളുടെ ഉള്ളിനകത്ത് ഉണ്ടാകും, ഒരു സംശയം ആർക്കും വേണ്ടതില്ല. പിന്നെ ഈ MV രാഘവനെ 18 വർഷക്കാലത്തോളം 86-ൽ CPIയിൽ നിന്ന് എക്സ്പെൽഡ് ആയതിനു ശേഷം കൊണ്ടു നടന്ന് പല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത പാർട്ടി കോൺഗ്രസ് ആണ് അവസാനം ഈ പറയുന്ന MV രാഘവനെ തള്ളി പറഞ്ഞത്. MV രാഘവന് ചോരയും നീരുമുള്ള സമയത്ത് അദ്ദേഹത്തെ CPMനെതിരെ കോടാലി ഉപയോഗിച്ച കെ സുരേന്ദ്രന്റെ പാർട്ടി ഇപ്പം വലിയ മൈതാന പ്രസംഗം നടത്തുമൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർണ്ണമായും മോശമായപ്പം അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞ സമീപനമാണ് ഇദ്ദേഹം സ്വീകരിച്ചത്. അത് ഞങ്ങൾ കണ്ടതാ, കണ്ണൂരിൽ കണ്ടല്ലോ. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിനകത്ത് ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെന്തായാലും നമ്മൾ കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊന്നും വല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ ഇവിടെ തയ്യാറാവേണ്ട. ഇവിടെ ഞങ്ങളുടെ നിലപാടിനകത്ത് ഒരു മാറ്റവുമില്ല. ഏത് സ്ഥാപനം പിടിക്കാനാ പോയത് സുരേന്ദ്രൻ പറയണ്ടേ? നിങ്ങൾ ഉത്തരവാദപ്പെട്ട പൊതു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ? ശ്രീ AN ഷംസീർ, അദ്ദേഹം സൂചിപ്പിച്ചത് ആ ജില്ലാ കമ്മിറ്റി ഓഫീസ് CPIMന്റെ സഹായത്തോടു കൂടി പിടിച്ചെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഉന്നയിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട, അതായത് അവർ ഭയപ്പെടുന്നത് പോലെ ഇപ്പോൾ CMBയിലെ ഒരു വിഭാഗത്തെ, MVRന്റെ കുടുംബാംഗങ്ങൾ കൂടി പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തെ CPIM കൂടെ കൂട്ടുന്നത് എന്തിനാ എന്ന സംശയമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, പാപ്പനിശ്ശേരിയിലും പറശ്ശിനിക്കടവിലുമൊക്കെ. അത്തരം സ്ഥാപനങ്ങളിലേക്കാണ് CPIMന്റെ നോട്ടം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിപ്പോ ഇദ്ദേഹം പ്രവാചകനെ പോലെ സംസാരിക്കുന്നു. അദ്ദേഹത്തിന് എങ്ങനെ ഇത് ഫോർകാസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നത്? MV രാഘവന്റെ ഏതെങ്കിലും സ്വത്ത് പിടിച്ചെടുക്കാനുള്ള നീക്കം ഞങ്ങളുടെ ഭാഗത്തുണ്ടായോ? ഞങ്ങൾക്ക് അത്തരത്തിൽ ഒരു സ്വത്തും അദ്ദേഹത്തിന്റെ ആവശ്യമൊന്നുമില്ല. കണ്ണൂരിലെ CPIനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സ്ഥാപനങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നിരാശയിൽ നിന്നുണ്ടാവുന്നതാണ്. നിരാശയാണ് UDF നേതൃത്വത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്. അതുകൊണ്ട് ഇദ്ദേഹം പരാമർശങ്ങൾ നടത്തുന്നത്. പിന്നെ CMPക്ക് സ്പ്ലിറ്റ് വന്നപ്പോ കണ്ണൂരിലെ സുധാകരന്റെ നേതൃത്വം നടന്ന ഗുണ്ടായിസ സംഘത്തെ ഒരു ഭാഗത്ത് അടിച്ചമർത്താൻ ശ്രമിച്ചപ്പം ഞങ്ങൾ പോയിട്ടുണ്ട്, സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിലൊന്നൊരു സംശയവും വേണ്ട.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതു ഫാസിസം, ഒരു ഭാഗത്ത് ഈ രാജ്യത്ത് ഫാസിസം ഉണ്ടാകുമ്പം അതിനകത്തിന്റെ ഫൈറ്റിൽ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന പാർട്ടികൾ സ്പ്ലിറ്റുണ്ടായ ഒരു വിഭാഗം ഇടതുപക്ഷമായി സഹകരിക്കാൻ വന്നാൽ സഹകരിക്കില്ല നിലപാട് സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനർത്ഥം ഞങ്ങൾ എം വി രാഘവൻ കൂത്തുപറമ്പിൽ ചെയ്ത പ്രവർത്തനങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചു എന്നല്ല. ഞങ്ങൾ കൂത്തുപറമ്പിൽ 5 സഖാക്കളെ വെടിവെച്ചൊന്നിൽ ഞങ്ങൾക്ക് ഇപ്പോഴും അമർഷവും രോഷവും പ്രതിഷേധവുമുണ്ട്. അത് താങ്കൾ വിശദീകരിച്ചു. ശ്രീ കെ സുരേന്ദ്രൻ, അങ്ങനെയാണ് അഭയം ചോദിച്ച ആളുകളെ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ഒരു പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമ്പോൾ സ്വത്തുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കം ഉണ്ടാകുന്നത് പതിവാണ്. അത് ഒട്ടേറെ തവണ കണ്ടിട്ടുണ്ടല്ലോ പാർട്ടികളുടെ പിളർപ്പ് ഉണ്ടാകുന്ന വേളകളിൽ. അതിന് ഉപോത്ബലകമായ ചില കാര്യങ്ങൾ ഇപ്പോൾ കണ്ണൂരിൽ ഒരു തരത്തിലാണെങ്കിൽ തിരുവനന്തപുരത്ത് വേറൊരു തരത്തിലാണ്. രണ്ടും രണ്ട് വിഭാഗങ്ങളുടെ കയ്യിലാണല്ലോ. അതിനെയൊക്കെ കോൺഗ്രസ് ഇങ്ങനെ CPIM ഇതെല്ലാം പിടിച്ചെടുക്കാൻ പോകുന്നു എന്നൊക്കെ ഭയപ്പെടുന്നത് എന്തിനാണ്? അങ്ങനെയൊക്കെ പറ്റുമോ? കോൺഗ്രസിന് എന്ത് ഭയപ്പാട് വന്നിന്? ഷംസീറിന്റെ വാക്കുകൾ കേട്ടാൽ അവരുടെ പൊതുവായ ഒരു സമീപനത്തിന്റെ ഭാഗമായി മാത്രമേ അതിനെ കാണാൻ പറ്റൂ. പട്ടിയെ പേപ്പട്ടിയാക്കാനും പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനും എല്ലാം സാധ്യതയുള്ള അത്തരം നടപടികൾ നടത്തി വരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ അതിനെക്കുറിച്ച് മറ്റൊന്ന് പറയാൻ, കണ്ണൂരിൽ സംഭവിച്ചതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കണ്ണൂരിൽ ഷംസീർ ഉൾപ്പെടെയുള്ള ആളുകൾ എം വി രാഘവൻ പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പോയിരിക്കുന്ന നഗ്നമായ ചിത്രങ്ങളാണ്, പൊതുസമൂഹം അറിയുന്നതാണ്, വാർത്താ ദൃശ്യമാധ്യമങ്ങളിൽ ഉണ്ടായതാണ്, രാജ്യം ലോകം മുഴുവൻ കണ്ടതാണ്. അതൊന്നും ഷംസീർ കണ്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അദ്ദേഹത്തോട് സഹതപിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇവിടെ ഷംസീർ പറയുന്നു എല്ലാ കാലവും ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ രാഘവൻ ഒരു കൊലയാളിയാണ് എന്ന നിലയിൽ ഉണ്ടാകുമെന്ന. ഷംസീറിന്റെ നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണനാണ് പയ്യാമ്പലത്ത് വെച്ച് പ്രഖ്യാപിച്ചത് എം വി രാഘവൻ എന്ന് പറയുന്ന ഈ നേതാവ് ഞങ്ങളുമായി അടുക്കാൻ തീരുമാനിച്ചിരുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിരുന്നു, പക്ഷേ പെട്ടെന്നാണ് മരണം സംഭവിച്ചത് പോയി എന്ന് പറയുമ്പോൾ ഈ കൊലയാളിയെ സ്വീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായി എന്ന് പറയണ്ടേ? അത് പറഞ്ഞൂടെ? അത് പച്ചയായി പറയുന്നതിന് എന്തിനാണ് മടി? ആ കൊലയാളികൾ, ഈ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന രക്തസാക്ഷികൾ അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ എക്കാലവും കാത്തു സൂക്ഷിക്കുമെന്ന് പറയുമ്പോ അതൊന്നും രക്തസാക്ഷികളുടെ ദിനാചരണത്തിലെങ്കിലും തുറന്നു പറയണ്ടേ? എന്തേ എം വി രാഘവന്റെ പേരിൽ ഒരു അക്ഷരം ഉരിയാട പോയത്? നാട് മുഴുവൻ പ്രകടനം നടത്തിയില്ലേ രാഘവനെതിരെ? വിമർശനം ഉന്നയിച്ച് 19 കൊല്ലക്കാലം എം വി രാഘവ മാടായി മാടാ എന്ന് വിളിച്ചു പോയില്ലേ? കൊലയാളി രാഘവ എന്ന് വിളിച്ചു പോയില്ലേ? മാടായി മാടാ എന്ന് വിളിച്ചത് കോൺഗ്രസ് ആണ്. ഞാൻ അതിലേക്ക് വരുന്നില്ല. ശ്രീ എൻ ഷംസീർ, ഇതിലെ വൈകാരികതയാണ് കോൺഗ്രസ് ഉന്നം വെക്കുന്നത്. പുഷ്പൻ 20 വർഷമായി ജീവിക്കുന്ന രക്തസാക്ഷിയായി ഒരു ഉറുമ്പ് കടിച്ചാൽ 100 സൂചി കയറുന്ന വേദനയോടെ രക്തസാക്ഷി ജീവിതം ജീവിക്കുന്നു. എൻ്റെ മകൻ നെഞ്ചിലാണ് വെടിയുണ്ട ഏറ്റ് മരിച്ചത് എന്ന് പറയുന്ന വാസുവേട്ടനെ പോലെയുള്ള അച്ഛന്മാർ, ഇവരുടെയൊക്കെ വൈകാരികതയെ ക്ഷതമേൽപ്പിക്കും CPIMന്റെ ഇപ്പോഴുള്ള MVR സ്നേഹം എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതാരാണ് കോൺഗ്രസ്? അന്ന് ഈ പറയുന്ന എം വി രാഘവൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് നടത്തിയ പ്രവർത്തനമാണ് ഇതെല്ലാം. അന്ന് ഈ പറയുന്ന കോൺഗ്രസിന്റെ സംവിധാനമല്ലേ എല്ലാ പിന്തുണയും കൊടുത്തത്? കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF സംവിധാനമല്ലേ അന്ന് എല്ലാ പിന്തുണയും കൊടുത്തത്? അപ്പൊ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF സംവിധാനത്തിന്റെ ഭാഗമായി അദ്ദേഹം നിൽക്കുമ്പോൾ നടത്തിയ പ്രവർത്തനമാണ്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, അദ്ദേഹം നടത്തിയ പ്രവർത്തനത്തോട് ഒരു തരത്തിലും ഞങ്ങൾ യോജിക്കുന്നുമില്ല, അതിൽ ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല. പിന്നെ ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു, അദ്ദേഹം മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പാർട്ടികളുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അദ്ദേഹത്തിന്റെ പാർട്ടി സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, ആ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ചുകൊണ്ട് LDF സ്വീകരിക്കുന്ന നിലപാട് അതിലേതെങ്കിലും വിഭാഗവുമായി സഹകരിച്ചു പോകാൻ തീരുമാനിച്ചാൽ അത് എന്തോ ഒരു മഹാ അപരാധമായൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ ഞങ്ങളെ പുഷ്പനെ കുറിച്ചും ഞങ്ങളുടെ രക്തസാക്ഷികളെ കുറിച്ചും സുരേന്ദ്രനും സംഘവും വല്ലാതെ ആശങ്കപ്പെടേണ്ട. അത് അവരെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ്, അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരാണ്. ഞങ്ങളുടെ രക്തസാക്ഷി കുടുംബങ്ങളും ഞങ്ങളുടെ സഖാക്കളും വിശാലമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്നവരാണ്. അതിന് വല്ലാത്ത രീതിയിൽ സുരേന്ദ്രൻ ഞങ്ങളെ കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്നുള്ളത്. പിന്നെ മാടായി മാടൻ എന്നൊക്കെ വിളിച്ചത് ആരാണ് എന്നൊക്കെ ചരിത്രത്തിൽ അറിയാം. എം വി രാഘവനോട് ഞങ്ങൾക്ക് 18 വർഷത്തോളം 86-ൽ CPIM വിട്ടുകൊണ്ട് പുതിയ പാർട്ടിയായി മാറി. ഞങ്ങളുടെ പാർട്ടി ഇറക്കിയ പത്രക്കുറിപ്പിലും ഞങ്ങളുടെ നേതാക്കന്മാർ എഴുതിയ ലേഖന പരമ്പരകളിലും ഞങ്ങളുടെ നേതാക്കന്മാർ അനുശോചന പ്രസംഗത്തിൽ നടത്തിയ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പം രാഘവന്റെ ജീവിതത്തെ ഞങ്ങൾ 3 തിരിച്ചിട്ടുണ്ട്. 86-ന് മുമ്പ് CPIMന്റെ ഭാഗമായി നിന്ന രാഘവൻ, 86 മുതൽ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസാന നിമിഷം വരെയുള്ള രാഘവൻ, അദ്ദേഹത്തിന്റെ മരണത്തെ ലാസ്റ്റ് പീരീഡിലുള്ള രാഘവൻ, ഈ അദ്ദേഹത്തിന്റെ 86 മുതൽ ഏതാണ്ട് 10-16 വർഷത്തോളം അദ്ദേഹം ചോരയും നീരുമുള്ള സമയത്ത്
അദ്ദേഹത്തിന്റെ നാക്ക് UDF രാഷ്ട്രീയം നല്ലതുപോലെ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശേഷി ഉപയോഗിച്ചുകൊണ്ട് CPM കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ടപ്പം അദ്ദേഹത്തെ പുറന്തള്ളിയതും അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തതും UDF ആണ്. റൈറ്റ്, അതാണ് താങ്കൾ പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KC ഉമേഷ് ബാബു, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? കേവലമായ വൈകാരികത എന്നതിനപ്പുറത്ത് MV രാഘവന്റെ പാർട്ടിയിലെ ഒരു വിഭാഗം CPIയുമായി സഹകരിക്കുന്നു. ഇപ്പോൾ കടുത്ത വാക്കുകൾ MVRനെ കുറിച്ച് CPIM ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിനെയൊക്കെ ആ നിലയിൽ കണ്ടാൽ പോരെ? അല്ല, വാസ്തവത്തിൽ ഇവിടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വലിയ ചോദ്യം വരുന്നുണ്ട്. അതോടൊപ്പം ഈ പ്രശ്നം മുഴുവനും ഇന്ത്യയിൽ CPM എത്തിപ്പെട്ടിട്ടുള്ള അങ്ങേയറ്റത്തെ ഗതികെട്ട അവസ്ഥ എന്നൊരു കാര്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം ആരെയും ഏറ്റെടുക്കാൻ CPM സന്നദ്ധമാണ്. ഏത് ശവത്തെ, ഇത് ഒരു കാര്യം മാത്രമല്ല. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടോന്നറിയില്ല, തിരുവനന്തപുരത്തുകാർക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. സുശീലൻ എന്ന് പറയുന്ന സഖാവ് തിരുവനന്തപുരത്തെ CPMന്റെ നട്ടലായിരുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ കുറച്ചു വർഷം മുമ്പ് അവിടുത്തെ ചില പ്രശ്നങ്ങളുടെ പേരിൽ എന്ന് പറഞ്ഞ് പുറത്താക്കിയ ആളാണ്. അദ്ദേഹം മരിക്കുന്നത് വരെ CPMമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ മരിച്ചപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് മുട്ടത്തറയിലും പരിസരത്തുള്ള തിരുവനന്തപുരത്തുകാരോട് ചോദിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെ CPMന്റെ മഹാനായ നേതാവാക്കി അദ്ദേഹത്തെ ചെങ്കൊടി പതിപ്പിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ഫ്ലക്സ് അടിച്ച് ആ ജില്ല മുഴുവൻ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടിയപ്പോൾ തെറ്റിപ്പോയി എന്ന് കുറിപ്പിറക്കി. CPMന്റെ ഗതികേട് എന്ന് പറയുന്നൊരു മൗലിക പ്രശ്നം ഇതിനകത്തുണ്ട്. അത് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ ചർച്ചാ വിധേയമാകുന്നില്ല. കാരണം കോടിയേരി ബാലകൃഷ്ണൻ എന്താ പറഞ്ഞത്? MV രാഘവനെ പോലെ ഒരാൾ മരിച്ചപ്പോൾ തീർച്ചയായിട്ടും MV രാഘവൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ കേരളത്തിലെ സംഭാവനകൾ കുറച്ച് കാണാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ CPM ആണ് 28 വർഷത്തോളം MV രാഘവനെ കുറിച്ച് പറയാത്ത ചീത്ത വാക്കുകളൊന്നുമില്ല. പക്ഷേ മരിച്ചപ്പോൾ പറഞ്ഞത്, പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞതായിട്ട് ഞാൻ നേരിട്ട് കേട്ടത്, രാഘവൻ എല്ലാ കാലത്തും പോരാളിയായിരുന്നു എന്നുള്ളതാണ്. വെടിവെച്ച് കൊന്നു എന്ന് പറയുന്ന ആളെങ്ങനെയാ പോരാളിയാവുക? ശ്രീ AN ഷംസീർ, MVRന്റെ പൈതൃകം CPIM ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വരുമ്പോൾ 86 മുതലുള്ള 2 പതിറ്റാണ്ടിനെ മാത്രം ഒഴിച്ചു നിർത്തി ബാക്കിയൊക്കെ ഞങ്ങൾക്ക് എന്നൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 86-ന് ശേഷം അദ്ദേഹം തീവ്ര നിലപാട് സ്വീകരിച്ചു. UDFന്റെ കയ്യിലെ കോടാലിയായി ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. അതിന്റെ ഒരു ഘട്ടത്തിലാണ് കൂത്തുപറമ്പിൽ ഞങ്ങൾ 5 സഖാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയ പ്രവർത്തനത്തെ വൈകാരികമായി കാണുന്ന ആളുകളൊന്നുമല്ല. രാഷ്ട്രീയ പ്രവർത്തനം ഒരു വൈകാരിക സമസ്യയല്ല. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, KC ഉമേഷ് ബാബു പറഞ്ഞു ഞങ്ങൾ എന്തൊക്കെയോ ഞങ്ങൾക്ക് മൂല്യം സംഭവിച്ചു. ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിന് ഉൾപ്പെടെ വീട്ടിനകത്തിൽ ആവശ്യം വന്നപ്പോൾ ഓടിയെത്തിയത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാ? ഞങ്ങളല്ലേ? ഇതൊക്കെ ഞാൻ ചാനലിനകത്ത് പറയേണ്ടി വരുന്ന നിർഭാഗ്യകരമായ സംഭവമാണ്. ഇങ്ങനെ കുത്തി ഞങ്ങളെ കൊണ്ട് പറയിക്കുക. അന്ന് ഓടിയെത്തിയതാരാ? കമ്മ്യൂണിസ്റ്റുകാരാ, അദ്ദേഹത്തിന്റെ വീടിനകത്ത് ഉൾപ്പെടെ. അതുകൊണ്ട് ഈ ഹിപ്പോക്രസി നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങളിങ്ങനെ അന്ധമായ മാർക്സിസ്റ്റ് വിരോധം വെച്ചുകൊണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന എല്ലാം തെറ്റ് എന്ന രീതിയിൽ UDFന്റെ കയ്യിൽ UDFന്റെ നാവായി സംസാരിക്കരുത്. ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം. എന്താണ് KC ഉമേഷ് ബാബു ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾ MV രാഘവൻ മരിച്ചു, MV രാഘവന്റെ മക്കളെ ചീത്ത പറയണോ? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? പറ. MV രാഘവന്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കണോ? ഇവിടെ പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയമാണ്. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഏതെങ്കിലും വ്യക്തിവിരോധമായൊന്നും വെച്ച് പുലർത്തുന്നവരല്ല ഞങ്ങൾ. ഈ KC ഉമേഷ് ബാബുവിനെ പോലെ മനസ്സിനകത്ത് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധവും വ്യക്തിവിരോധവും വെച്ച് നടക്കുന്ന ആളുകളല്ല ഞങ്ങൾ. ശ്രീ KC ഉമേഷ് ബാബു, എന്താണ് അതിനുള്ള മറുപടി? ഇത് സംസ്കാര ശൂന്യതയുടെ പാരമ്യം എന്നാ പറയേണ്ടത്. സംസ്കാര ശൂന്യതയുടെ പാരമ്യം. കാരണം ഈ മനുഷ്യൻ എന്താ വിചാരിക്കുന്നത്? ഈ AN ഷംസീർ എന്ന് പറഞ്ഞ ആൾ എന്താ വിചാരിക്കുന്നത്? അയാളുടെ ധാരണ എന്താണ്? സംസ്കാര ശൂന്യതയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കരുത്. MV രാഘവന്റെ കുടുംബത്തെ അദ്ദേഹത്തിന്റെ 1986 മുതൽ നിരന്തരമായി ചീത്ത വിളിച്ചൊരു പാർട്ടിയുടെ നേതാവായി നടക്കുന്ന ഒരാളാണ് ഈ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ രാഷ്ട്രീയമായി പറയാൻ ശ്രമിക്കുക. എന്റെ വീടിനെയൊന്നും അതിലേക്ക് വലിച്ചെടുക്കണ്ട. എന്റെ വീട്ടിൽ വരുന്ന ഏത് മനുഷ്യനോടും എങ്ങനെയാണ് ഞാൻ പെരുമാറാറുള്ളതെന്ന് കണ്ണൂരിലെ എല്ലാ മനുഷ്യർക്കും അറിയുന്നതാണ്. അതൊന്നും കൊണ്ടുവരണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. സംസ്കാര ശൂന്യതയുടെ ഒരു പാരമ്യത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് പോകുന്നതിൽ കാര്യമില്ല. രാഷ്ട്രീയമായി തന്നെയാണ് കാണേണ്ടത്, അതിവൈകാരികമായി അല്ല എന്നുള്ളതും പ്രസക്തമാണ്. എന്തായാലും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ AN ഷംസീർ, ശ്രീ K സുരേന്ദ്രൻ, ശ്രീ KC ഉമേഷ് ബാബു. ഇന്ന് കൂത്തുപറമ്പിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ, രക്തസാക്ഷി അനുസ്മരണ ചടങ്ങിൽ പിണറായി വിജയൻ MV രാഘവന്റെ പേര് പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് അത് കേവലം ഒരു സാമാന്യ മര്യാദയുടെ പുറത്തോ അതിനപ്പുറത്തുള്ള രാഷ്ട്രീയം അതിലുണ്ടോ എന്നുള്ളതാണ് ഒരുപക്ഷെ കേരളം വരും ദിവസങ്ങളിലോ അടുത്ത നാളുകളിലോ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പരിപാടി അവസാനിക്കുകയാണ്.